എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സമരം. സ്കൂളിലെ പുതിയ ശുചിമുറി ബ്ലോക്കിന്റെ സീലിംഗ് തകർത്ത സംഭവത്തിൽ ചോദ്യം ചെയ്യാൻ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിലായിരുന്നു പ്രതിഷേധം. സംഭവത്തിൽ ഒരു ബന്ധവുമില്ലാത്ത കുട്ടികളുടെ പേരുവിവരങ്ങൾ സ്കൂൾ അധികൃതർ പോലീസിന് നൽകിയെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. വിദ്യാർത്ഥികളെ കുറ്റവാളികളാക്കി സമൂഹത്തിനു മുന്നിൽ ചിത്രീകരിക്കാൻ പ്രിൻസിപ്പൽ കൂട്ടുനിന്നു എന്നാരോപിച്ചാണ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധം നടത്തിയത്. ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സീലിംഗുകളും ടാപ്പുകളുമാണ് കഴിഞ്ഞ ദിവസം അജ്ഞാതർ അടിച്ചു തകർത്തത്. സംഭവത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്നാണ് മരത്തങ്കോട് തളി സ്വദേശികളായ 2 വിദ്യാർത്ഥികളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തത്. പോലീസ് മരത്തങ്കോട് ചെന്ന് വീട്ടിലും പരിസര പ്രദേശത്തും അന്വേഷണം നടത്തുകയും കുട്ടികളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് പോലീസ് സ്റ്റേഷനിലെത്തിയവരെ കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഇവിടെ ഇപ്പോൾ ബാത്റൂം പൊളിച്ച് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇന്നലെ 5 മണി മുതൽ 9:30 വരെ സ്റ്റേഷനിൽ തന്നെ ആയിരുന്നു. ഇവിടെ ഇല്ലാത്ത കേസിനാണ് എൻ്റെ പേരിൽ കേസ് ചുമത്തിയിട്ടാണ് ഇത് സ്റ്റേഷനിലേക്ക് വിട്ടേക്കുന്നത്. ഇന്നലെ സ്കൂളിൽ പ്രസന്റ് ആയിട്ടും ഞാൻ പ്രസന്റ് ആയിട്ടില്ലേ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോലീസിനെ അയച്ചു. അങ്ങനെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരെ ഇത് എത്തിച്ചിട്ടുണ്ട്. സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറയണത് ടീച്ചറോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ അടിച്ചു പൊട്ടിച്ചിട്ട് ഇവിടെ വീഡിയോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യാണ്. അപ്പോൾ ഇന്നലെ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് 5 മണി മുതൽ 9:30 വരെ സ്റ്റേഷനിൽ പിന്നെ നിർത്തി. പ്രിൻസിപ്പാൾക്ക് വിളിക്കുമ്പോൾ പ്രിൻസിപ്പാൾ ഫോൺ എടുക്കണില്ല, ഒരു രീതിയിലുള്ള റെസ്പോണ്ട് ഇല്ല. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഉള്ള കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ് പ്രിൻസിപ്പാൾ രീതിയിൽ ഇങ്ങനെ തെറ്റായ രീതിയിലുള്ള സംസാരം വന്നത്. അപ്പോൾ ഇത് അനാവശ്യമായ രീതിയിലാണ് ഇവൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്കറിയാം എന്തുണ്ടായിരുന്നു. എന്നാൽ പരാതിയിൽ ആരുടെയും പേരില്ലെന്നും വിദ്യാർത്ഥികളെ പോലീസ് ചോദ്യം ചെയ്ത നടപടിയിൽ സ്കൂളിന് പങ്കില്ലെന്നും പ്രിൻസിപ്പൽ ഷീബ ജോസ് അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി.